السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه الفائزين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹൃദയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ഇരുലോക വിജയം അവന്റെ റഹ്മത്തിനാൽ നൽകി നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഡിസംബർ 31. ഇന്ന് 2016 അവസാനിക്കുകയാണ്. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലുമെല്ലാം ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മനുഷ്യൻ ധാർമ്മികത കൈവിട്ടുകൊണ്ട് അധാർമികമായ ജീവിതം നയിക്കും എന്നത് സുനിശ്ചിതമാണ്. കുടിച്ചു കൂത്താടി, ലക്കുകെട്ട്, വിഭജിച്ച് ആഘോഷം എന്ന പേരിൽ ആഭാസത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഘോഷം അവനെ പേടിപ്പെടുത്തുന്നതാണ്. അവൻ ഒരിക്കലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ തെമ്മാടിത്തരങ്ങളും ഈ പേക്കൂത്തുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പടച്ച തമ്പുരാന്റെ അദാബ് ഇറങ്ങിയേക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് വാനലോകത്ത് നിന്നിറങ്ങാം, കാറ്റന്റെ രൂപത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ സമുദ്രത്തിലെ തിരമാലകളെ കൊണ്ടായിരിക്കാം അള്ളാഹു ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷ വേണമെങ്കിലും അള്ളാഹു തീരുമാനിക്കുന്നു. ആ തീരുമാനം പടച്ച തമ്പുരാൻ നടപ്പാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരുപക്ഷെ മനുഷ്യൻ ചിന്തിച്ചേക്കാം, ഇതിലെന്തിരിക്കുന്നു സ്വാഭാവികമായ പ്രക്രിയ. ഒരു വർഷം അങ്ങോട്ട് കൊഴിഞ്ഞു വീഴുമ്പോൾ എന്ത് താന്തോന്നിത്തരം കാണിച്ചു കഴിഞ്ഞാലും പടച്ചവൻ ഒന്നും ചെയ്യില്ല, പടച്ചവൻ ഇതിലെന്തിരിക്കുന്നു എന്ന് ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല കാര്യം. പടച്ച തമ്പുരാൻ എന്ത് സംഭവിപ്പിക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കും. ആ തീരുമാനിച്ചാൽ അപ്പോൾ അതങ്ങട്ട് സംഭവിക്കുകയാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. പടച്ച തമ്പുരാൻ അറിയാം ഭൂമിയിൽ എന്തുണ്ട്, ആകാശത്ത് എന്തുണ്ട്, അവിടെയൊക്കെ എന്ത് സംഭവിപ്പിക്കാൻ കഴിയും. ലാ യഅലമുഹാ, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം പടച്ചതമ്പുരാന്റെ അറിവിലുണ്ട്. പടച്ചതമ്പുരാനെന്ന് ഉദ്ദേശിച്ചാൽ, പടച്ചതമ്പുരാനെന്ന് തീരുമാനിച്ചാൽ ആ നിയമം, ആ തീരുമാനം അള്ളാഹു നടപ്പാക്കും. എല്ലാം പടച്ചവന്റെ വിധിക്കനുസരിച്ച് നടക്കും. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. ഖുർആൻ പറഞ്ഞില്ലേ, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അല്ലാഹു തആല വീണ്ടും പറയുന്നു, എല്ലാം പടച്ചവൻ കണക്കാക്കി അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതങ്ങ് സംഭവിപ്പിക്കും. അള്ളാഹു തആല അദാബ് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ ആ അദാബ് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഈ അദാബുകൾ വന്ന് ഭവിക്കുന്നത് എങ്ങനെയാ? മനുഷ്യന്റെ തിന്മയുടെ ഫലമായിട്ടാണ്. മനുഷ്യൻ അക്രമകാരിയാകുമ്പോൾ, മനുഷ്യൻ പേക്കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ, പേക്കൂത്തുകളിൽ അടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തെറ്റുകളിൽ വ്യാപൃതരാകുമ്പോഴാണ് അല്ലാഹു തആല ശിക്ഷകൾ ഇറക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഭൂകമ്പമുണ്ടായില്ലേ? ഭൂമി ഒന്ന് വിറച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയുമോ? ഇന്നൽ അർള തസൽസലത് അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവളഅ യദഹു അലൈഹാ ثم قال اسكني. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ
സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുകരം ഭൂമിയുടെ മുകളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഉസ്കുനി, നീ ഒന്ന് അടങ്ങുക, ഭൂമിയെ ഒന്ന് ശാന്തമാവുക, ഇങ്ങനെ ചലിക്കരുതേ, ഇങ്ങനെ ഇളകരുതേ. എന്നിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമിനോട് എന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, ആരാണ് സ്വഹാബ? അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രതുല്യരാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. അവരെല്ലാരോട് നിങ്ങൾ പിൻപറ്റിയാലും സന്മാർഗം സിദ്ധിക്കുന്നതാണെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇൽതഫത്ത് ഇലാ അസ്ഹാബിഹി ഇന്ന റബ്ബക്കും ലയസ്തഅതബക്കും ഫഅതബൂഹു ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. ഓ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ തൗബയെ അല്ലാഹു തആല ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തെറ്റ് വന്നു പോയേക്കാം. ആ തെറ്റിന്റെ ഫലം കൊണ്ടാണ്, ആ തെറ്റിന്റെ കാരണം കൊണ്ടാണ് ഇതാ ഈ ഭൂമി വിറക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കിറാമിനെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം സൽസലയുണ്ടാകുന്നത്, ഭൂമി പ്രകമ്പനമുണ്ടാകുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അവിടുത്തെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് ഈ ഭൂകമ്പമുണ്ടായപ്പോ പറഞ്ഞത് എന്താണെന്നറിയുമോ? അയ്യുഹന്നാസ് മാ കാനത് ഹാദിഹി സൽസലതു ഇല്ലാ അലാ ശൈഇൻ അഹ്ദസ്തുമൂഹു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ഭൂകമ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള ആരുടെയെങ്കിലും തിന്മ കാരണമായിരിക്കാം. ഇനിയെങ്ങാനും ഈ ഭൂകമ്പം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാഹി തമ്പുരാനെ തന്നെ സത്യം, വല്ലദീ നഫ്സി ബിയദിഹി ലഇൻ ആദത്, ഞാൻ ഇനി ഇനിയെങ്ങാനും മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞാൻ ഇനി ജീവിക്കുകയില്ല, ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കുകയില്ല എന്ന് പേടിച്ചുകൊണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ഭയം തോന്നുന്നില്ലേ? നമുക്ക് പേടിയാകുന്നില്ലേ? നമ്മയും അല്ലാഹു തആല ഒരുപക്ഷെ ശിക്ഷിച്ചേക്കാം. ഉത്തമരിൽ ഉത്തമരായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഭൂകമ്പമുണ്ടായെങ്കിൽ, അവിടെ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടായെങ്കിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഏത് ഉമർ ഇബ്നുൽ ഖത്താബ് യൂഫ്രട്ടീസ് നദീതീരത്തെങ്ങാനും ഒരു ആട്ടിൻകുട്ടി ചത്തു വീണുപോയാൽ ആ ആട്ടിൻകുട്ടി ചത്തു വീണതിന് പോലും പടച്ച തമ്പുരാന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പേടിച്ച, അത്രയും പേടിയോടുകൂടി ജീവിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഭൂകമ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം പേടിക്കേണ്ടതില്ലേ? അല്ലാഹു തആല ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ ശിക്ഷിക്കാൻ അത് നാട് നോക്കിയിട്ട് ഒരുപക്ഷേ അല്ലാഹു തആല ശിക്ഷ ഇറക്കില്ല, അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തും എന്നൊന്നും കരുതണ്ട. അറബ് നാടുകളിൽ ജീവിക്കുന്നവരായാലും അനറബ് നാടുകളിൽ ജീവിക്കുന്നവരായാലും അല്ലാഹു തആല ശിക്ഷ ഇറക്കും. അല്ലാഹുവിന് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ല. ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കൂടുമ്പോൾ അല്ലാഹു തആല അവരെ ശിക്ഷിക്കും, അതിൽ സംശയം വേണ്ട. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓർക്കാനുണ്ട്. 2004 ഡിസംബറിൽ സുനാമി ഉണ്ടായത് നമുക്കറിയാം. വല്ലാത്ത ഒരു സംഭവമായി പോയി, മനുഷ്യൻ പ്രതീക്ഷിച്ചതിന്റെയും അപ്പുറം. അല്ലാഹു തആല സുനാമി എന്ന കടലിനെ കോപിപ്പിച്ചുകൊണ്ട്, കടൽ ക്ഷോഭമുണ്ടാക്കിക്കൊണ്ട്, തിരമാലകളെ കൊണ്ട് അക്രമകാരികളും ധിക്കാരികളുമായിരുന്ന ജനതയെ നാവ് കൊണ്ട് തുടച്ചെടുക്കുന്ന പോലെ, നക്കിയെടുക്കുന്ന പോലെ തിരമാലകൾ എടുത്തുകൊണ്ട് പോയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല എപ്പോൾ വേണമെങ്കിലും അദാബ് ഇറക്കിയേക്കാം. അത് എവിടെ ഇറക്കണമെന്ന് പടച്ചവൻ തീരുമാനിക്കും. ജപ്പാനിൽ വേണോ, സുമാത്രയിൽ വേണോ, അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഭാഗത്ത് വേണോ എന്ന് പടച്ച തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അത് നടപ്പാക്കും. നാം വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ ദിവസത്തെ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെയൊക്കെ നാം കാണേണ്ടതുണ്ട്. മനുഷ്യൻ ശാസ്ത്രീയമായി എത്ര ഉയർന്നാലും, എന്തെല്ലാം വിദ്യകൾ അവന്റെ കയ്യിലുണ്ടായിരുന്നാലും ആ വിദ്യകളൊന്നും തന്നെ അത് ഉപയോഗപ്പെടുകയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ സുനാമിയേക്കാൾ കുറഞ്ഞ സ്കെയിലാണ് ഈ ജപ്പാനിൽ ഭൂകമ്പമുണ്ടായത്. സുമാത്രയിൽ നമ്മുടെ സുനാമി വന്നപ്പോൾ 9.9 ആണെങ്കിൽ ജപ്പാനിലുണ്ടായത് 8.8 ആണ്. ഒന്നുകൂടി കുറച്ചിട്ടാണ് പടച്ച തമ്പുരാൻ അവരിലേക്ക് ശിക്ഷ ഇറക്കിയത്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വലിയ വിദ്വാൻമാരാണ്, അവർ ഒരുപാട് വിജ്ഞാനമുള്ളവരാണ്, ശാസ്ത്ര സാങ്കേതികതയിൽ മികവുള്ളവരാണ്. മനുഷ്യൻ ഭൗതികമായി എത്ര വളർന്നാലും അവൻ അശക്തനാണ് എന്ന് തിരിച്ചറിയണം. മനുഷ്യന്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ചാൽ അവർക്ക് രക്ഷപ്പെടാം.
അതിലൂടെ അവർ പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അവിടുത്തെ സ്വഹാബത്തിനോട് വിവരം പറഞ്ഞു കൊടുക്കുകയും ഭൂമി അടക്കി നിർത്തുകയും ചെയ്തു. മഹാന്മാര് അവരുടെ ഇബാദത്തുകളിലൂടെ പടച്ചവനെ പേടിക്കുന്നതിലൂടെ അല്ലാഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിലൂടെ പ്രകൃതിക്ഷോഭങ്ങളെ അവർ തടഞ്ഞു നിർത്തിയിരുന്നു. മനുഷ്യൻ ഭൗതികമായി വളർന്നു, ഒരുപാട് വിജ്ഞാനങ്ങൾ നേടി. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസങ്ങളെയൊന്നും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. പ്രകൃതി അവൻ എത്ര തന്നെ മെരുക്കിയാലും തീയെയും കാറ്റിനെയും നിയന്ത്രിക്കാൻ പഠിച്ചാലും ഗ്രഹങ്ങളെ കീഴടക്കിയാലും ലോകത്തെ മുഴുവനും ഉള്ളം കൈയിൽ ഒതുക്കിയെന്ന് ഊറ്റം കൊണ്ടാലും പ്രകൃതി ഒന്ന് ചലിച്ചാൽ അതിന്റെ അച്ചുതണ്ടിൽ നിന്നും 10 സെന്റിമീറ്റർ ഒന്ന് മാറിയാൽ മനുഷ്യന്റെ എല്ലാ സാങ്കേതിക വിദ്യയും തകിടം മറിയും എന്നത് യാഥാർത്ഥ്യമാണ്. ജപ്പാനിലെ ദുരന്തം തന്നെ ഉണ്ടായത് നമുക്കൊന്ന് പഠിക്കാം. ഈ പാഠങ്ങൾ ഈ ജപ്പാനിലെ ദുരന്തം മുൻപുണ്ടായത് നമുക്ക് പഠിക്കാനാണ്. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ലോകത്തെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യത പ്രദേശമാണ് ജപ്പാൻ. ആ രാജ്യം ശാന്തസമുദ്രത്തിലെ 3500ഓളം ദ്വീപുകളുടെ ഒരു വലിയ കോംപ്ലക്സ് ആണ്. 5 സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള അഗ്നിവലയം എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ശാന്തസമുദ്രത്തിലെ ജപ്പാന്റെ പ്രദേശം സുനാമി എന്ന വാക്ക് തന്നെ ജപ്പാനിയാണ്. ജപ്പാനിയൻ ഭാഷയിൽ നിന്നാണ്, ജപ്പാനിൽ നിന്നാണ് ആ സുനാമി എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. അത് എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും വ്യക്തമാക്കിയതാണ്. ജപ്പാൻ ജനതയെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് സദാസമയവും ദുരന്തം പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വന്നാൽ അവർക്ക് തടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ്. 35 നില കെട്ടിടത്തിനുള്ളിൽ നിന്ന് പോലും അപായ സൂചന ലഭിച്ച നിമിഷത്തിൽ തന്നെ ജനങ്ങളെ മാറ്റാൻ അവർക്ക് സാധിച്ചു. എവിടെ 35 നില കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവരെ അവർ അപായ സൂചന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയും ആളുകളെ മാറ്റാനും ഒക്കെ അവർക്ക് സാധിച്ചു. ആണവ റിയാക്ടറുകൾ വൈദ്യുതി നഷ്ടപ്പെട്ടാൽ മറ്റു രാജ്യങ്ങളിൽ 4 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സംവിധാനമാണുള്ളത്. എന്നാൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റ് ഇതര രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 8 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ട്. റിയാക്ടർ സ്കെയിലുകളിൽ 7.7 ഉണ്ടാകുന്ന ഭൂകമ്പത്തെ നേരിടാൻ പറ്റിയതായിരുന്നു ജപ്പാനിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സംവിധാനങ്ങൾ, ആണവ റിയാക്ടറുകൾ. അതുപോലെ തന്നെ രാക്ഷസ തിരമാലകൾ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കടലിൽ തന്നെ പ്രതിരോധ ഭിത്തി ഉണ്ടാക്കിയിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഡീസൽ ജനറേറ്ററുകൾ മതിയാവണ്ണം അവരെല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം അവതാളത്തിലാക്കിക്കൊണ്ട് ഭൂകമ്പവും സുനാമിയും ആണവ നിലയത്തിനെ പോലും തകിടം മറിച്ചുകൊണ്ട് ആ രീതിയിൽ വിറങ്ങൊലിപ്പിച്ചുകൊണ്ടാണ് ആ രാജ്യത്തേക്ക് അല്ലാഹു തആല അദാബിറക്കിയത്. അവരുടെ എല്ലാ സംവിധാനങ്ങളും തകർന്നു തരിപ്പണമായി. അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. എന്ത് സംവിധാനമുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, എത്ര വിദ്വാൻമാരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക മികവ് കൊണ്ട് ലോകത്തെ സാമ്പത്തിക ശക്തികളുടെ 3ാം ശക്തിയായി തന്നെ നിലനിന്നു. പക്ഷേ ആ അറിവുകളൊക്കെ വളരെ നിസ്സാരമാണ്, ഒരു ഉപയോഗവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ലോകത്തിന് തന്നെ അല്ലാഹു തആല ഈ അദാബിറക്കലിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പാഠമാണ്. മുൻകാലങ്ങളിൽ വന്നു പോയിട്ടുള്ള വിപത്തുകൾ, ആപത്തുകൾ, പരീക്ഷണങ്ങൾ, അതുപോലെ ശിക്ഷകൾ, ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പാണ്. നാം വീണ്ടും അത് നമുക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ നമുക്കുണ്ടാകണം. ഒരു സംഭവം, ഒരു വേണ്ടാത്തൊന്ന് സംഭവിച്ചാൽ ഈ ബുദ്ധിമാന്മാരെ എന്താ ചിന്തിക്കുക? പ്രധാനമായും ചിന്തിക്കുന്നത് ഇനി എങ്ങനെ അതിനെ തടഞ്ഞു നിർത്താം, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തെ മുഅ്മിനീങ്ങളെ ഉപദേശിച്ചത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഉപദേശിച്ചത്. അത് തടഞ്ഞു നിർത്താൻ, വിപത്തിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗമാണ് മഹാന്മാര് പറഞ്ഞു കൊടുത്തത്. പ്രകൃതിക്ഷോഭം, അതുപോലെ കൊടുങ്കാറ്റ്, തിരമാലകൾ ആർത്ത് അടിച്ചു വന്ന് എല്ലാവരെയും നക്കിത്തുടച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് വെറുതെ ഉണ്ടാകുന്നതല്ല, നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായിത്തീരുന്നതാണ് എന്നാണ് മഹാന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്.
കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ധാരാളം ആളുകളെ അല്ലാഹു തആല പ്രകൃതി ദുരന്തങ്ങൾ നൽകിക്കൊണ്ട് ശിക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂകമ്പം കൊണ്ടും കൊടുങ്കാറ്റ് കൊണ്ടും ഉൽക്കവർഷം വെള്ളപ്പൊക്കം കൊണ്ടും അല്ലാഹു തആല ശിക്ഷിച്ചത് നമ്മുടെ വിശുദ്ധ ഖുർആൻ പരിധിയാൽ നമുക്ക് എമ്പാടും കാണാൻ പറ്റും. ആദ് സമൂഹത്തിനെ അല്ലാഹു തആല നശിപ്പിച്ചത് കാറ്റിനെ പറഞ്ഞയച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹു തആല അവരെ ശിക്ഷിച്ചത് കാറ്റടിപ്പിച്ചുകൊണ്ടാണ്. കാറ്റ് ശക്തമായ നിലയിൽ കാറ്റടിപ്പിക്കുകയും അവരെല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ കടന്നവരെ, വാതിലടച്ചു കഴിഞ്ഞവരെയെല്ലാം കാറ്റ് വന്നടിച്ച് വാതിൽ തള്ളി തുറന്ന് വല്ലാത്ത മണൽ കൊണ്ട് അവരുടെ മുകളിലേക്ക് ഇടുകയാണ്. പുറത്തുണ്ടായിരുന്നവരോ പക്ഷികൾ പറക്കുന്നത് പോലെ അവരുടെ ജീവജാലങ്ങളും അവരുടെ മൃഗങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടന്നു. അവരെയെല്ലാം താഴെ തള്ളിയിട്ട് അതിന് മുകളിൽ മണൽ വാരിയിട്ട് 7 ദിവസം സമാനിയത്ത് അയ്യാം, സബഅലയാലിം സമാനിയത്ത് അയ്യാം, 7 രാത്രിയും 8 പകലുമായി അവരെ അങ്ങനെ കടത്തുകയും എന്നിട്ട് കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്ന് ചരിത്രം, വിശുദ്ധ ഖുർആനിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ധിക്കാരികളും അഹങ്കാരികളുമായ ആദ് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ പറഞ്ഞയച്ചുകൊണ്ട് ശിക്ഷിച്ചപ്പോൾ ആ ശിക്ഷയിൽ അവർ മൊത്തം തകർന്ന് തരിപ്പണമായി. എന്തായിരുന്നു അവരുടെ കീഴ്വഴക്കം, എന്തായിരുന്നു അവരുടെ ദുസ്വഭാവം, എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്നൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ഒരു സാമ്പിൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. അവർക്ക് ആദ്യം 3 വർഷക്കാലം മഴ ലഭിക്കാതായപ്പോൾ അവരുടെ കീഴ്വഴക്കമനുസരിച്ച് 70 പേരടങ്ങുന്ന സംഘത്തെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അഥവാ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അന്ന് മക്ക ഭരിച്ചിരുന്നത് അമാലിക് ഗോത്രത്തിൽപ്പെട്ട മുആവിയത്ത് ബിൻ ബക്കർ എന്ന് പറയപ്പെടുന്ന മനുഷ്യനായിരുന്നു. തന്റെ അതിഥികളായി കടന്നു വന്ന ആദ് സമൂഹത്തിലെ ആളുകളെ ആ രാജാവ്, ഭരണാധികാരി നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്, നല്ല ആതിഥ്യം നൽകുകയാണ്. വന്നവരാണെങ്കിലോ ആതിഥ്യം നല്ല രീതിയിൽ കിട്ടിയപ്പോൾ അവർ കുടിച്ചു കൂത്താടി നർത്തകിമാരത്തു സല്ലപിച്ച് ഉന്മത്തരായി. എന്നിട്ട് അവർ നേരെ പോകുന്നത് ഹറമിലേക്കാണ്. എന്തിനാ അവർ വരുന്നത് മഴയ്ക്ക് വേണ്ടി തേടാനാണ്. മഴയ്ക്ക് തേടാൻ വേണ്ടിയിട്ട് വരുമ്പോ അവർ കുടിച്ചു കൂത്താടുകയാണ്. എന്നിട്ട് അവർ ഹറമിൽ ചെന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ് സമൂഹത്തിന് മഴ തരണേ റബ്ബേ എന്ന് ദുആ ചെയ്തപ്പോൾ മുകളിൽ അന്തരീക്ഷം, മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. അന്തരീക്ഷത്തിൽ കറുപ്പും ചുവപ്പും വെളുപ്പും നിറം കളറിലുള്ള 3 മേഘങ്ങൾ വന്നു. ആകാശലോകത്ത് നിന്നും ഒരു അശരീരി കൂടെ കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുത്തുകൊള്ളുക. അവർ തെരഞ്ഞെടുത്തു കറുപ്പിനെ. അതോടുകൂടി അല്ലാഹു തആല ശിക്ഷ ഇറക്കുകയാണ്. ആ ശിക്ഷ അങ്ങോട്ട് വന്നപ്പോഴോ അവരുടെ ആളുകളും അവരുടെ വാഹനങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജപ്പാന്റെ ചരിത്രം പരിശോധിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 18 മീറ്റർ ഉയരത്തിലുള്ള തിരമാലകളെ കൊണ്ടുവന്നപ്പോൾ 30 ലക്ഷത്തോളം കാറുകൾ ഒഴുകിപ്പോയി. തീവണ്ടിയും വിമാനവും കപ്പലുകളുമെല്ലാം തിരമാല അമ്മാനമാടി 400 കിലോമീറ്റർ ചുറ്റളവുള്ള കെട്ടിടങ്ങൾ മുഴുവനും മാടി ഉലഞ്ഞു. ഈ ആദ് സമൂഹവും ജപ്പാൻ സമൂഹവും ഒരുപോലെയാണ് അല്ലാഹു തആല ശിക്ഷിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലായിട്ടുണ്ട്. ആദ് സമൂഹവും വലിയ മല്ലന്മാരായിരുന്നു, ശക്തിയുള്ളവരായിരുന്നു പക്ഷേ അവരുടെ ശക്തിയൊന്നും ഉപയോഗപ്പെട്ടില്ല, അതൊന്നും ഫലം ചെയ്തില്ല. അതുപോലെ തന്നെയല്ലേ ജപ്പാൻ വാസികളെയും അല്ലാഹു തആല ശിക്ഷിച്ചത്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, എല്ലാം ഉപകാരപ്പെടുത്താൻ പറ്റാത്ത ദുരവസ്ഥയാണ് അല്ലാഹു തആല അവർക്ക് നൽകിയത്. ജപ്പാനിൽ അല്ലാഹു തആല അദാബ് ഇറക്കിയപ്പോൾ അതിന്റെ പരിണിതി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയെല്ലാം അല്ലാഹു തആല ദുരിതം ഇറക്കിയിട്ടുണ്ടോ അതിന്റെയൊക്കെ പരിണിതി കാലങ്ങളോളം നീണ്ടു നിൽക്കും. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ സമൂദ് ഗോത്രക്കാരെ നശിപ്പിച്ച ഹിജ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ, അഥവാ തബൂക്കിലേക്കുള്ള യാത്രയിൽ ഹിജ്റിൽ എത്തിയപ്പോ നബി തങ്ങൾ സ്വഹാബത്തിനോടായി പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, ഈ ഹിജ്റിലുള്ള വെള്ളം നിങ്ങൾ കുടിക്കരുതേ. ഇവിടെ തയ്യാറാക്കിയ ഗോതമ്പുകൾ മുഴുവനും നിങ്ങളുടെ ഒട്ടകത്തിലേക്ക് കൊടുത്തുകൊള്ളുക. രാത്രി ഒരാളും തനിച്ച് യാത്ര ചെയ്യരുത്, ഒരാളും പുറത്തു പോകരുത്. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഒരു ദുരന്തം ഒരു നാട്ടിലുണ്ടായാൽ അതിന്റെ ഫലം സഹസ്രാബ്ദങ്ങളോളം നിലനിൽക്കുമെന്നാണ്.
ആണവ ദുരന്തത്തിന്റെ കെടുതി കാലങ്ങളോളം നിലനിൽക്കുന്നത് പോലെ കഴിഞ്ഞകാല സമൂഹങ്ങളിലെ ദുരന്തം ഇങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുവോ, ധിക്കാരം ആര് ചെയ്യുന്നുവോ, കള്ളു കുടിച്ച് ഉന്മത്തരാകുന്നുവോ, വ്യഭിചാരം വർദ്ധിക്കുന്നുവോ, അതുപോലെ തന്നെ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടി ആനന്ദിക്കുന്നുവോ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാഹുത്താലയും ശിക്ഷിക്കും. അല്ലാഹുത്താല വീണ്ടും അദാബിറക്കും. മഹദി ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്ന് പറയുന്നു, ഹയാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദസീനാ അനിൽ സൽസല. ഓ മുഅ്മിനീങ്ങളുടെ ഉമ്മ, ഞങ്ങൾക്ക് സൽസലയെ കുറിച്ച്, ഭൂകമ്പത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരിക. മഹദി പറയുന്നു, ഇദസ്തബാഹുസിനാ, വ്യഭിചാരം അനുവദനീയമാക്കിയാൽ, ഹലാലാക്കിയാൽ, വശരിബുൽ ഖുമൂർ, കള്ളുകുടിയും അനുവദനീയമാക്കിയാൽ, ഹലാലാക്കിയാൽ, വളറബൂ ബിൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആസ്വദിച്ചാൽ, അല്ലാഹു തആല ഭൂമിയോട് പറയും, തസൽസുലീ, ഭൂമി നീയൊന്ന് കുലുങ്ങിയേക്കുക. അപ്പൊ ഭൂമി കുലുക്കത്തിന്റെ കാരണം ഇത്തരം ധിക്കാരപരമായ പ്രവർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ 2017 വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമൂഹം ചെയ്യാൻ പോകുന്നത് എന്താ? ഇത്തരം തെമ്മാടിത്തരങ്ങളാണ്. ഈ തെമ്മാടിത്തരങ്ങൾക്ക് നാം കൂട്ടുനിൽക്കരുതേ, ഈ തെമ്മാടിത്തരങ്ങൾക്ക് നമ്മൾ ആശംസ പറയരുതേ, തെമ്മാടിത്തരങ്ങൾക്ക് നാം പങ്കാളികളാകരുതേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ലോകത്തുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് വല്ലാതെ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ന്യൂനപക്ഷ സമൂഹം പീഡനം അനുഭവിക്കുകയാണ്, മുസ്ലിം സമൂഹം പീഡനം അനുഭവിക്കുകയാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് നല്ലൊരു കാലമുണ്ടാകാൻ വേണ്ടി, അവർക്ക് ഖൈറുണ്ടാകാൻ വേണ്ടി, അവർക്ക് ഇസ്സത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. ലോക മുസ്ലിമീങ്ങൾക്ക് ശാന്തിയും സമാധാനവുമുള്ള, ലോക ജനതയ്ക്ക് സമാധാനം ലഭ്യമാകുന്ന ഒരു നല്ലൊരു കാലം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആയിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുക. അതാകട്ടെ നമ്മുടെ പുതുവർഷത്തിൽ നാം ചെയ്യുന്ന പ്രതിജ്ഞ. അതിനായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അതിനായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം, അതിനായിരിക്കട്ടെ നമ്മുടെ ജീവിതം മുഴുവനും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.